ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് ആര്യൻ പറയുന്നുണ്ട്. ലക്ഷ്മിയെ ജയിൽ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ആര്യൻ പറയുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ഫെയിലിയറാണ്. എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദോശ കഴിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു ആഹാരം തന്നെ ആരാണ് കഴിക്കുന്നത്? എപ്പോഴും ടൊമാറ്റോ കറിയാണ്. ഇന്നലെയും രാത്രി ടൊമാറ്റോ കറി, ഇന്ന് രാവിലെയും ടൊമാറ്റോ കറി. എത്ര ആഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഡാൽ എത്രമാത്രം ഇവിടെ കിടക്കുന്നു. എന്തെല്ലാം വെറൈറ്റി ഫുഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിക്കുന്നത്? ക്യാപ്റ്റൻ എന്ന രീതിയിൽ നിങ്ങളൊരു ഡൗൺഫോൾ ആണെന്ന് ആര്യൻ പറയുന്നുണ്ട്. ഓവറായിട്ട് പ്രിൻസിപ്പൽ പോലെ അഭിനയിക്കരുതെന്ന് ആര്യൻ പറയുന്നുണ്ട്. എൻ്റെ അമ്മയോട് പോയി കംപ്ലയിൻറ്റ് ചെയ്യും. എന്നിട്ട് ചിലതൊക്കെ ഒരു പ്രിൻസിപ്പൽ മാതിരി ട്രാക്ക് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മ ഹോട്ട്സ്റ്റാറിൽ ബ്രേക്ക് ചെയ്ത് കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ മുമ്പിൽ എപ്പോഴും ഒരു നല്ല കുട്ടി തന്നെയാണ്. നിങ്ങൾ തക്കാളി മാറ്റി വേറെ എന്തെങ്കിലും കറിയൊക്കെ മടുത്തു ഞാൻ. റേഷൻ ഒന്നാമത് കുറവാണ്. റേഷൻ കുറവുള്ള സമയത്ത് നിങ്ങൾ തക്കാളി മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ നിങ്ങളാണ്. നിങ്ങൾ ജയിലിൽ കിടന്നാൽ അടുത്ത ക്യാപ്റ്റൻ ഞാനാവുമെന്ന് ആര്യൻ പറയുന്നുണ്ട്. നിങ്ങൾ ജയിലിൽ കിടന്നാൽ ബിന്നിയെ ഇൻവോൾവ് ചെയ്യിച്ച് ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് ആര്യൻ പറയുന്നുണ്ട്. സെക്കൻഡ് നോമിനേഷനായിട്ട് അനീഷിനെയാണ് തിരഞ്ഞെടുത്തത്. അനീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ജയിലിൽ പോയിട്ട് ഈ കോമണർ എന്ന് പറയുന്ന സാധനം ഒന്ന് മാറ്റി പിടിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ കോമണറാണ്. നിങ്ങൾ എന്തിനാണ് ആ കോമണർ കാർഡ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ലക്ഷ്മി, സെക്കൻഡ് നോമിനേഷൻ അനീഷ് എന്ന് പറയുന്നത്.